يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട യേശുവിൻ്റെ സംസ്ഥാന രാഷ്ട്രം ഉൾപ്പെടെയുള്ള സംഘടനാ സാധനങ്ങളെയും ഈ ശാഖയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. 1-2 പ്രോഗ്രാമുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. അതിലൊന്ന് ഈ പ്രദേശത്ത് നിന്ന് അവരുടെ പഠന രംഗത്ത് മികവ് തെളിയിച്ച നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു അവാർഡ് ദാനമാണ് ഇവിടെ നടന്നത്. അപ്പോൾ നമ്മുടെ ഓരോ പ്രദേശത്തും ഈ പ്രോഗ്രാമുകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള തൗഫീഖ് സർവശക്തനായ നാഥൻ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഉപകാരപ്രദമായ അറിവ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വെറും അറിവുകൊണ്ട് കാര്യമില്ല, അത് അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി എന്ന് പ്രാർത്ഥിച്ചില്ലേ. കുറച്ച് ഉപകാരമുള്ള സാധനം എന്നെ പഠിപ്പിക്കാവൂ. അപ്പൊ ആ ഉപകാരപ്രദമായ ഒരു അറിവായിട്ട് അതിനെ മാറ്റാൻ തിരിച്ചറിവുള്ള അറിവിനോടൊപ്പം തിരിച്ചറിവുള്ള ഒരു തലമുറയായിട്ട് മാറാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയ രൂപത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. ഇന്നലെയും മെനയാന്നും അതിന്റെ തലേ ദിവസവും ഓൺലൈനായിട്ട് വളരെ വിപുലമായ യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇൻഷാ അല്ലാഹ് ഒരു ഗംഭീരമായ സമ്മേളനത്തിന് ശേഷമുള്ള ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ മർക്കസുദാവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമിൽ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി അധ്വാനിക്കണം എന്ന് സൂചിപ്പിക്കുവാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ശാഖകളിലും ISMന്റെ മെമ്പർഷിപ്പിന്റെ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ ഒരുപാട് സംഗതികളൊക്കെ വിശദീകരിക്കാനുണ്ട്. പക്ഷെ ഒരു സമയത്തിന്റെ പരിമിതിയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും കേട്ട് മനസ്സിലാക്കിയ കുറച്ച് ആശയങ്ങൾ തന്നെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ എന്ന അർത്ഥത്തിൽ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് കേരളീയ സമൂഹത്തിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്ത സംഭാവന അർപ്പിച്ച ഒരു മഹത്തായ യുവജന പ്രസ്ഥാനമാണ് ISM. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ ആഴത്തിലൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിലുണ്ടായിരുന്ന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെയൊക്കെ നിങ്ങൾ ചാനലുകൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളെ നമ്മൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ആളുകൾ ഇടയ്ക്കൊക്കെ ചാനലുകൾക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്, ഇത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരു പൾസ് ശരിക്കും ഇങ്ങനെ നോക്കിയിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിലാരും തന്നെ ഇടപെടാൻ മടിച്ച മേഖലയിൽ, എല്ലാവരും എത്തിപ്പെട്ട് ചെയ്യാൻ മടിച്ച മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട രീതി, അതിന് നമ്മുടെ കുട്ടികളായിരുന്നു ഏറ്റവും സജീവമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് കടന്നു വരാൻ ആളുകൾക്ക് മടിയുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് കടന്നു വരാൻ മടിയുണ്ടായ നമ്മുടെ കുട്ടികൾ ഈ വിഷയം വളരെ സജീവമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു മാതൃകാപരമായിരിക്കുന്ന പ്രവർത്തനമാണ് അവിടെ നടത്തിയിരുന്നത് എന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കടലിൽ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഒരുപാട് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വളരെ സജീവമായ കർമ്മസന്നദ്ധരായിട്ട് ഒരുപാട് സന്നദ്ധ സംഘങ്ങൾ വന്നിരുന്നു. അവരൊക്കെ കേഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ കേഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്തതിനു ശേഷം പിന്നെ കുറെ മയ്യത്തുകളാണ് വരുന്നത്. ആ മയ്യത്തുകൾ വലിയ പ്രത്യേകത വെച്ചാൽ ഒക്കെ ചളിയിൽ മുങ്ങി വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ബോഡിയിൽ ഉണ്ടായിരുന്ന ബോഡിയൊക്കെ വളരെ ചളിയിൽ മുങ്ങിയാണ് വരുന്നത്. ആ സന്ദർഭത്തിൽ ഇന്ന് കെയർ ഹോമിന്റെ നമ്മുടെ ISMയിലൂടെ വളർന്നു വന്ന നമ്മുടെ പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാരുടെ ഭാര്യമാരോട് നമ്മുടെ പ്രവർത്തകന്മാർ പറഞ്ഞൊരു വാക്ക്, കെയർ ഹോമിന്റെ പ്രവർത്തകന്മാർ എന്നോടൊക്കെ സംസാരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവര് വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞത് ഒരുപാട് സ്ത്രീകളുടെ ബോഡിയും അവിടെ വരാൻ തയ്യാറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് പാതിരാത്രി തങ്ങളുടെ ഇണകളെ വിളിച്ചപ്പോ യാതൊരു മടിയും കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ ബോഡിയുടെ ഭാഗം ക്ലീനിങ്ങും അതിന്റെ മയ്യത്ത് കുളിപ്പിക്കലും ഏറ്റെടുത്തതും അന്നും നമ്മുടെ ചെറുപ്പക്കാരെ. അതൊരു പ്രത്യേകത തന്നെയാണ്, ഒരു സന്നദ്ധതയുടെ പ്രത്യേകത. അങ്ങനെ അവിടെ ഒരാൾ ചോദിച്ചൊരു ചോദ്യത്തെ പറ്റി അവിടുത്തെ കെയർ ഹോമിന്റെ പ്രവർത്തകർ നമ്മൾ പറഞ്ഞു, പാതിരാത്രിയിൽ ഇങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സഹോദരിമാർ
മയ്യത്ത് കുളിപ്പിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അവിടെ കുടുംബക്കാരായിരുന്നു ആലോചിച്ചു, നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണോ? അവരോട് ഞങ്ങൾ സ്റ്റാഫൊന്നുമല്ല, നിങ്ങൾ ഇവിടെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ഞങ്ങളെ ഭാര്യമാരുമാണ്. ഒരു വലിയ അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞ ഭൗതികമായ യാതൊരു താല്പര്യവും പ്രതീക്ഷിക്കാതെ ഒരാൾ ചാനലിന്റെ മുമ്പിൽ പോയി നിൽക്കാതെ നിഷ്കപടമായ മനസ്സോടുകൂടി ആ കടലുണ്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ബോഡികളെല്ലാം തന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി പറഞ്ഞയക്കാൻ കഴിഞ്ഞതും നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസുണ്ട്. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൻ നാസി മഫാത്തിഹുൽ ഖൈർ വ മഗാലിഖുൽ ലിശ്ശർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും നന്മയുടെ താക്കോലുകളുമായിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, തിന്മയുടെ താക്കോലുകളുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. നന്മന്റെ താക്കോലുള്ള കുറെ ആൾക്കാരുണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, നേരത്തെ വിശ്വാസമായി സൂചിപ്പിച്ച നന്മയുടെ താക്കോലുകളാണ്. എന്നാൽ ചില ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും തുറക്കാനുണ്ടാവുക തിന്മയുടെ താക്കോലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന മിനൻ നാസി മഫാത്തിഹുൽ ലിശ്ശർരി മഗാലിഖുൽ ഖൈർ. എന്നാൽ ചില ആൾക്കാരുണ്ട് ഷർറിന്റെ താക്കോലുമായിട്ട് നടക്കുകയും നന്മ മൊത്തത്തിൽ ബ്ലോക്ക് ആക്കുകയും ചെയ്യുന്ന ആൾക്കാർ. നേരത്തെ പറഞ്ഞത് നന്മ മുഴുവൻ തുറക്കാൻ കഴിയും, തിന്മ ബ്ലോക്ക് ആക്കാൻ കഴിയുന്ന ആൾക്കാർ. ഇങ്ങനെ പ്രവാചകൻ അവസാനം അവിടെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഫതൂബ, മംഗളമുണ്ട് ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈർ അലാ യദിഹി. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് മംഗളം നേരുന്നത് നന്മയുടെ താക്കോലുമായിട്ട് നടക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കാണ് മംഗളമുള്ളത്. വവൈലുൽ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ശർ, തിന്മയുടെ താക്കോലുമായിട്ട് പോകുന്ന ആൾക്കാർക്ക് നാശമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നന്മയിൽ ഭാഗമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സംഘത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രസംഗകരൊന്നും ആവില്ല. പ്രസംഗകരല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ആ പ്രസംഗകരല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് സത്യത്തിൽ വയനാട്ടിലേക്ക് വിളിക്കാതെ അവിടേക്ക് ചെന്നത്. വയനാട്ടിലെ പ്രവർത്തകന്മാർക്ക് പ്രയാസമാവാത്ത രൂപത്തിൽ അവിടെയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് ഇവിടുന്ന് ജോലി ഒഴിവാക്കിക്കൊണ്ട് അവിടേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. എന്നാൽ അവിടുത്തെ ഒരു ക്യാമ്പിൽ നിന്ന് അവിടുത്തെ ഒരു ഓഫീസ് ചാർജ് ഉള്ള ഒരാള് വിളിച്ചിട്ട് യൂണിറ്റി വളണ്ടിയേഴ്സിന് ഒന്ന് കുറച്ച് അധികം കിട്ടണമെന്ന് പറഞ്ഞു. ഒരുപാട് സംഘടന യൂണിറ്റി വളണ്ടിയേഴ്സിന് അധികം കിട്ടണമെന്ന്. അപ്പൊ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവർ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർഭത്തിൽ കുറച്ച് ആളുകൾ താമസിക്കുന്ന അവിടുത്തെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ പെട്ടെന്ന് വെള്ളം പൊട്ടിയ സന്ദർഭത്തിൽ എല്ലാ സംഘടനപ്പെട്ട ആൾക്കാരും നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യൂണിറ്റി വളണ്ടിയർപ്പെട്ട ഒരാൾ വേഗം ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ ബാഗ് തുറന്ന്, അദ്ദേഹം പ്ലംബറാണ്, അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു മരുന്ന് തയ്ക്കാനൊക്കെ സാധനം നിറക്ക് തേച്ച് ഒന്ന് പരസ്പരം ബന്ധിച്ച് പൈപ്പൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി അത് കൊടുത്തു. അവിടെ വെള്ളമില്ലാതെ കുറേ സമയം പ്രയാസപ്പെടുക. അവിടേക്ക് കയറി ചെന്ന് ആ പ്രവർത്തനം നടത്തിയ ആളെ പറ്റി എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മൈക്കിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നതിന് കഴിയില്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ, ഒരു കഴിവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റി എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംഘടനാ യോഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ഒരുപാട് പറന്ന് പന്തലിച്ച് കിടക്കാണ്. ഞാൻ ഒരു മാസം മുമ്പ് 2 മാസം മുമ്പ് കെയർഹോമിൽ കുതുബ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിയാസ് ഖാന്റെ കൂടെ റഫൽ ഖാന്റെ കൂടെ അവിടെ കയറിയപ്പോ ആ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി. അതിന്റെ വൃത്തി വെടിപ്പ്. എനിക്ക് ബിരിയാണി കൊണ്ടുവച്ചത്. ഞാൻ ആ ബിരിയാണി തിന്നുമ്പോ ഞാൻ വെറുതെ ഒന്ന് ടേബിളിലേക്ക് തിരിഞ്ഞു നോക്കി. ആ ടേബിളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും ബിരിയാണി തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ എനിക്കൊരു പേടി, ഞാൻ ഹത്തീബായതുകൊണ്ട് എനിക്ക് ബിരിയാണി കൂടെ തന്നായിരുന്നു. അതേപോലെ വെള്ളിയാഴ്ച എല്ലാവർക്കും ബിരിയാണിയാണ്. ഞാൻ ഓരോ ആൾക്കാരുടെ മുഖത്ത് നോക്കും, ആ മുഖത്തുള്ള സന്തോഷം ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതിൽ ഒരാൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. പടച്ചവനെ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് നീ പരലോകത്ത് സ്വർഗം കൊടുക്കണമേ എന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അദ്ദേഹം വോയിസ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അദ്ദേഹം പ്രചരിപ്പിക്കുകയുണ്ടായി. ഞാൻ നൗഫൽക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഞാൻ താനൂർ സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ ബുധനാഴ്ച മക്കൾ വണ്ടി വെച്ചിട്ടാണ് ഞാൻ വരിക. ആ വണ്ടി വെച്ച് ഞാൻ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എല്ലാ ബുധനാഴ്ചയും ഒരു സമയം അങ്ങോട്ട് കൊണ്ട് മാറ്റാത്ത രൂപത്തിൽ അവിടെ കുറെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടും. ആ ചെറുപ്പക്കാർ ആരാന്നറിയുമോ? കോഴിക്കോട് നഗരത്തിലെ തിരക്ക് പിടിച്ച കച്ചവടക്കാരാണ്. ആ തിരക്ക് പിടിച്ച കച്ചവടക്കാരാണ് അവിടെ വരുന്നത്. അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, കിഡ്നി രോഗികളായിരിക്കുന്ന, ലുക്കീമിയ ബാധിച്ചിരിക്കുന്ന 100 കണക്കിന് രോഗികൾക്ക് കെയർ ഹോം എന്ന് പറഞ്ഞ മഹത്തായ സ്ഥാപനം തടഞ്ഞു നൽകുന്നത്.
അവർക്ക് വേണേ എന്ത് പറയാം, എന്റെ കച്ചവടത്തിന് കുറച്ച് കുറഞ്ഞു പോകുമോ എന്ന് പേടിച്ചു വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് മാറിക്കാം. പക്ഷെ അവർക്കറിയാം ഞങ്ങൾ നന്മയുടെ താക്കോലുകളായിട്ട് മാറുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഷർറിന്റെ കൂടെ പോകുകയില്ല തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് സംഘടന നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. കരിപ്പൂർ സമ്മേളന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്നു. പിണറായി വിജയന്റെ ഓഫീസിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച. ഇത്ര ചിട്ടവട്ടമായിട്ട് നമുക്ക് സംഘടന സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാവരും പരിസരത്തുണ്ടായെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഇങ്ങോട്ട് കയറി വന്ന് സംസാരിക്കാൻ ഒരു സെക്കൻഡ് പോലും സമയം കവരേണ്ടി വന്നിട്ടില്ല. അത് ആ വളണ്ടിയേഴ്സിന്റെ സെറ്റപ്പാണ്. ആ വളണ്ടിയേഴ്സിനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിന് അപ്പുറത്തേക്ക് പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മോട് പറഞ്ഞു, തികച്ചും മാതൃകാപരമായ പ്രവർത്തനം. എന്റെ പേഴ്സണൽ മെസ്സേജ് കാണാം. തികച്ചും മാതൃകാപരമായ പ്രവർത്തനം, തികച്ചും ചിട്ടവട്ടമുള്ള പ്രവർത്തനം, നിങ്ങൾക്ക് മാത്രം കഴിയുന്ന പ്രവർത്തനം എന്ന് നമ്മളെ പറ്റി പറയിപ്പിച്ചത് പ്രിയപ്പെട്ടവർ ഒരു നിലപാടെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയത്. ആ നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ സംഘടനാ രംഗത്തേക്ക് വന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാർക്കും പ്രവർത്തിക്കാൻ അവസരങ്ങൾ ധാരാളം ലഭിച്ചു എന്നുള്ളതാണ് ഈ സംഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. അതുകൊണ്ട് എനിക്ക് ഈ സംസാരം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വിട്ടുപോകുന്നതിന് ഞാൻ അവസാനം സൂചിപ്പിക്കാൻ വേണ്ടി നോക്കിയത് വിട്ടുപോകുന്നത് പറയാണ്, ഈ ദൗത്യ സംഘത്തോടൊപ്പം ഈ വാഹക സംഘത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അവസരം ഗോൾഡൻ ചാൻസ് മനസ്സിലാക്കാം. റസൂൽ പറഞ്ഞ ഹദീസ് ഉണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു, അല്ലാഹു തെരഞ്ഞെടുക്കും. അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ തെരഞ്ഞെടുക്കും. അതാണ് പ്രധാനം സൂചിപ്പിച്ചത്. ഈ കുറുക പരിസര പ്രദേശത്ത് നിരവധി യുവാക്കൾ ഉണ്ടായിട്ട് കുറച്ച് ആൾക്കാരെ എങ്ങനെയോ അവർ നന്മയുടെ വഴിയിലേക്ക് വന്നു. പ്രവാചകന്റെ അനുചരന്മാർക്ക് ചോദിക്കുന്നുണ്ട്, ഒരാൾ തെരഞ്ഞെടുക്കുന്നുണ്ട്, തെളിവുണ്ടോ, ഒരാൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തെളിവുണ്ടോ? ആ തെളിവുണ്ട്. മരണത്തിന് മുമ്പ് കുറെ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയാൽ വിചാരിച്ചോടി അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. ഞാൻ അങ്ങനെ കുറുകയിലെത്തിന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മുടെ കുറെ പൈസന്മാരുണ്ട്, എന്റെ കുടുംബത്തിൽ പൈസന്മാരുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ അപാരമായ ഒരു നിഅമത്ത് കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാണ് ഞാൻ. എന്റെ പവറൊന്നല്ല, ഇത് ചില്ലറ ഭാഗ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹുവിന്റെ അപാര തൗഫീഖ് ഉണ്ടാകും. അതുകൊണ്ട് പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. കേരളത്തിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. എന്നിട്ട് അവര് ആനക്കാമ്പയിൽ തൊട്ടടുത്ത് തിരുവമ്പാടി കണ്ടൊരു സ്ഥലം എടുത്തു. ഞാൻ ഇവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? അവര് പറയാം, മാസത്തിൽ 25 ലക്ഷം രൂപ ചെലവ് വേണ്ട പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടും ഞങ്ങൾക്കറിയില്ല. അറിയാത്ത രൂപത്തിലുള്ള സഹായങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 20 വീടാണ് അവർ ഏറ്റെടുത്തത്. 20 വീട്, നല്ലൊരു സംഖ്യ അതിലേക്ക് വന്നു കഴിഞ്ഞു. അതിന്റെ കാരണം സുതാര്യമായി പ്രവർത്തിക്കുകയും സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. സമ്മേളനം നമുക്ക് ഏറ്റവും വലിയ പാടാണ്. അപ്പുറത്തേക്ക് പോയിരിക്കുന്ന 2-3 ആൾക്കാർ ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. അപ്പുറത്തേക്ക് 2-3 ആൾക്കാർ പേഴ്സണൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ സമ്മേളനത്തിന്റെ ഈ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച തല ഏതാണെന്ന് ചോദിച്ചു. ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച ഞാൻ പറഞ്ഞ അമ്മയാണ്. പടച്ചോണ്ട് പ്രകാരയോ ഞാനത് പറയാനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയ ഒരു സമ്മേളനമായിരുന്നത്. നിങ്ങളെ എന്റെ കഴിവുകൊണ്ട് സംഭവിച്ചതല്ല. കേരളത്തിൽ ഒരു സമ്മേളനം നടന്നിട്ട്, പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഒരു മുന്നണിയെ കൊണ്ടുവരാതെ ഒരു സമ്മേളനം നടത്താൻ ധൈര്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ, സോൾജാറ്റിന്റെ പ്രവർത്തകൻ ചോദിച്ച മാതിരി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ധൈര്യം? ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും എന്ന് പറഞ്ഞ ഖുർആനിന്റെ ഒരു ആയത്ത് മാത്രമാണ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിൽ നമുക്ക് കിട്ടിയ പാഠം. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറായാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. സ്ഥാപനമില്ലെങ്കിലും പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ശരി, അല്ലാഹു നിങ്ങളെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു നിങ്ങളെ സഹായിക്കും. പിന്നെ നമ്മളെ പിടിയുന്നത് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയപ്പോ, സമാപനത്തിൽ നന്ദി പറയുമ്പോ സത്യത്തിൽ എനിക്ക് തോന്നുന്നു പിന്നിലുള്ള റിസപ്ഷൻ ഓഫീസിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു, മലക്കൾ ഇറങ്ങിയതാണോ? സമാധാനത്തിൽ ചോദിച്ചു. കാരണം എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നിലപാടെടുത്തു, ഒരു ആദർശമുണ്ട്. ആദർശം അനുസരിച്ച് പോയപ്പോ ഒരുപാട് ബിംബങ്ങൾ പൊട്ടി തകർന്നു പോയി. നമ്മൾ ആദർശമായി നിലപാടുമായി മുന്നോട്ട് പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ പോയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കുവാൻ. ഒരുപാട് പ്രവർത്തന പദ്ധതി യുവാക്കൾ ഏറ്റെടുത്തു. ഷബാബ്, ഞാൻ ഇന്ന് അൻവർ സാദിനെ വിളിച്ചു.
അൻവർ സാദത്ത് ചോദിച്ചു, ഷബാബിന്റെ പ്രോഗ്രാം വരാൻ പോവാൻ 975 ജനുവരി 2 നോട്ട് ചെയ്യാം. 925 ജനുവരി 2 കോഴിക്കോട്ട് അമ്പാന്ന് വെച്ച് ബഹുമാന ഷെയ്ഖ് മുഹമ്മദ് മൗലവി AV അബ്ദുറഹ്മാൻ ഹാജിക്ക് കോപ്പി നൽകിക്കൊണ്ട് ആരംഭം കുറിച്ച ഷബാബ് 50 വർഷം പൂർത്തിയാകുമ്പോൾ 2025 ജനുവരി 2 ആകുമ്പോൾ 50 വർഷം പൂർത്തിയാകുകയാണ്. ഈ ഷബാബിന്റെ ഒരു വലിയ പ്രത്യേകത അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് പ്രതിസന്ധികൾ ഷബാബുമായിട്ട് വന്നിട്ടുണ്ട്. സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരുക്കമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ISMന് നഷ്ടപ്പെട്ടു. നിർണായകമായ സമയത്ത് ഒരു വീട്ടിൽ കയറി സന്ദർഭത്തിൽ ഒരു പ്രവർത്തകനോട് വായ്പ ചോദിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അയാൾ വീടിന്റെ തറങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്, തറ കുഴിച്ചിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ നേതാക്കന്മാരെ അടുക്കളയിൽ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് 2-3 ലക്ഷം രൂപ എടുത്തുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നാളെ പണിക്കാരനോട് വരാൻ പറഞ്ഞതാ, പക്ഷെ ISM എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനം കേരളക്കരയിൽ നിൽക്കണം, നിങ്ങൾ ഷബാബ് നിൽക്കണം, എന്റെ വീട് പണിയേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സംഘടനയാണ് പറഞ്ഞുകൊണ്ട് ആ 3 ലക്ഷം രൂപ എടുത്തുകൊണ്ട് എന്റെ പണി 2 മാസം കഴിഞ്ഞാലും 1 വർഷം കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലാതെ പറഞ്ഞ് 2-3 ലക്ഷം രൂപ നമുക്ക് നൽകി ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും നെഞ്ചേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആളുകൾ പോകുന്നത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ പ്രസംഗിക്കുന്ന എന്നേക്കാൾ താഴെ ഇരിക്കുന്ന നിങ്ങളായിരിക്കും ഉത്തമമെന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും ചില പ്രോഗ്രാമിൽ പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെ സംഭവിച്ചതായോ? അത്രയും ആളുകൾ നെഞ്ചേറ്റി. ഞാനിത് പറഞ്ഞാൽ 50 വർഷം പൂർത്തിയാകുമ്പോ 2 പെരുന്നാൾ ദിവസമല്ലാതെ ഷബാബിന്റെ ഒരു കോപ്പി പോലും മുടങ്ങാത്ത രൂപത്തിൽ നമുക്ക് ഇവിടെ ചേർക്കാൻ പറ്റി. പക്ഷേ എണ്ണത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ ജൂബിലി വരാൻ പോലെ ഗ്രാൻഡ് പ്രോഗ്രാം ആയിക്കൊണ്ട് നമ്മൾ കടപ്പുറത്ത് ഞാനത് ബുക്ക് ചെയ്ത് അവിടെ പ്രോഗ്രാം. ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ജില്ലയാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ആദർശത്തിലേക്ക് കടന്നു വന്നത് ഈ ഷബാബിലൂടെയാണ്. VT മുഹമ്മദ് ബഷീർ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രബോധനം വായിക്കാറുണ്ട്, ചന്ദ്രി കാഴ്ച വായിക്കാറുണ്ട്, പക്ഷെ ഞാനൊരു നിലപാടിലെത്തിയപ്പോൾ ഷബാബ് വായിച്ചില്ല. ഒരു നിലപാടിലെത്തി ഷബാബ് വായിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് സന്തോഷം തോന്നി. ഞാൻ ഒരിക്കലും മാഹി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഖുതുബക്ക് പോയി. സംഘടനാപരമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയമാണ്. ആ പ്രശ്നം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിയ സന്ദർഭത്തിൽ പള്ളിയുടെ പ്രസിഡന്റ് ബാങ്ക് കൊടുക്കുന്ന ആളോട് പറഞ്ഞു, ഇവിടെ ഷബാബ് കൊടുക്കരുതെന്നാണ്. ഷബാബ് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ചോദിച്ചു? ഷബാബ് കൊടുക്കരുത്, ഇനി വിചിന്തനാണ് പള്ളി കൊടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഖുതുബയുടെ എനിക്കൊരു 2 ആഴ്ച ഖുതുബ പറഞ്ഞിട്ടുണ്ട്. ഷബാബ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഷബാബ് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമം, എനിക്കും വിഷമം. കാരണം 2 വർഷം ഖുതുബ ഒരു പള്ളിയിൽ വെച്ച് ഷബാബ് കൊടുക്കരുതെന്നറിയാം. വർഷങ്ങളായിട്ട് ഷബാബ് കൊടുക്കുന്നത്, വർഷം എന്നാൽ ഒരു 5-6 കൊല്ലമായിട്ട് ഷബാബ് കൊടുക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പള്ളി പ്രസിഡന്റ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ഞാൻ പറയട്ടെ, പള്ളിക്കുള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഷബാബ് കൊടുക്കാൻ അനുവദിച്ചിട്ടില്ല എങ്കിലും പള്ളിന്റെ ഗേറ്റ് തുറന്നെങ്കിലും ഞാൻ ഈ ഷബാബ് കൊടുക്കും. എനിക്ക് വല്ലാത്ത ആവേശം. ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പുറത്തേക്ക് പോയി, നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുന്നി കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. ഒരിക്കൽ യാദൃശികമായിട്ട് സൈക്കിൾ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മഴ പെയ്തു. അങ്ങനെ ഞാൻ പുന്നോൽ എന്ന് പറഞ്ഞ പള്ളിയിൽ നിന്നു. പുന്നോൽ പള്ളിയിലേക്ക് കയറിയ സമയത്ത് മലയാളത്തിലാണ് ഒരു രക്ഷയില്ല, പെരും മഴ. ഞാൻ അതിനുള്ളിലേക്ക് കണ്ടിരുന്നു. കയറി തല താഴ്ത്തി ഞാൻ അവിടെ ഇരുന്നു. ഖുതുബ ഞാൻ ശ്രദ്ധിച്ചില്ല. നമസ്കാരം പോയി എന്നായ വീട്ടിൽ പോയി വഹ്റസ്കരിക്കാൻ തീരുമാനിച്ചു. ഇറങ്ങിപ്പോയ സന്ദർഭത്തിൽ എന്റെ ഒരു ആത്മ സുഹൃത്ത് അത് പേപ്പർ മോഡല ഷബാബ് ചുരുട്ടിയിട്ട് മഹമ്മൂദ് കാലുകൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കയ്യിൽ വെച്ചു. അത് കൊണ്ടുപോയി EK മല്ലൂർ എഴുതിയ ലേഖനം തോന്നുന്നത് പണ്ടാരമുക്ക് അങ്ങനെ പറഞ്ഞ ലേഖനമായിരുന്നു. ആദർശ പ്രബോധന രംഗത്ത് സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ അത് വായിച്ചു. ഞാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ഷബാബ് വായിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ഈ ഷബാബിനെ ഞാൻ എങ്ങനെ ഒഴിവാക്കും? എന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് സകലമായ അന്ധവിശ്വാസം അനാചാരങ്ങളെ കരകയറ്റിയ ഈ ചുക്കിയെ ഞാൻ എങ്ങനെ ഒഴിവാക്കുമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. അദ്ദേഹം പറയാൻ എന്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയ ഒരു ചുക്കിയാണ്. 100 കണക്കിന് ആൾക്കാർക്ക് അങ്ങനെ മാറ്റം ഉണ്ടാക്കിയ ഒരു ഭാഗമുണ്ട് ഈ ചുക്ക. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ ഈ യുവജന പ്രസ്ഥാനം അടയാളപ്പെടുത്തുന്ന ഒരു ഭാഗമില്ല. 1992 ബാബരി മസ്ജിദിന്റെ ധ്വംസനവുമായി ബന്ധപ്പെട്ട് കേരളം കത്താൻ പോകുമ്പോ മതം തീവ്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമ്മൾ നടത്തി. അന്ന് നമ്മളൊക്കെ ലഘുലേഖ ഉണ്ടായിരുന്നു. ആ ലഘുലേഖ നിയമസഭയിൽ എടുത്തു വെച്ചുകൊണ്ട് ഒരു ജനപ്രതി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. യുവാക്കളെ ധർമ്മത്തിന്റെ വഴിയിലേക്ക്, സമാധാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഈ യുവജന പ്രസ്ഥാനത്തിന് അത് കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒട്ടനവധി ആളുകൾ നിഷേധത്തിലേക്ക് അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകുമായിരുന്നു. അത് ഒരുപാട് പറയാണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ചില്ലറ കാര്യമല്ല. ഇന്ന് IPH ആയിരുന്നു പുസ്തക രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയി രംഗത്ത് 640ഓളം പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പുതിയ കമ്മിറ്റി വന്നതിനു ശേഷം 180 പുസ്തകങ്ങൾ പുതുതായി നടത്തി ഞാൻ മനസ്സിലായിരുന്നു. യുവത എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണാലയം
ചില്ലറ പ്രവർത്തനങ്ങളല്ല നേതൃത്വം കൊടുക്കുന്നത്. ഞാനത് പറഞ്ഞല്ലോ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ. ഇൻഷാ അല്ലാഹ് ഭാരവാഹിത്വം ഏറ്റെടുക്കുമ്പോൾ ഇത്രമാത്രം പാരമ്പര്യമുള്ള ഒരു യുവജന സംഘടന നേതൃത്വത്തിലേക്കാണ് ഞാൻ വരുന്നതെന്ന് അഭിമാനത്തോട് പറയാൻ നമുക്ക് കഴിയണം എന്നതുകൊണ്ട് മാത്രം പ്രിയപ്പെട്ടവരെ ഞാൻ ആമുഖമായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചത്. നിസ്സാരമായ വിഷയമല്ല, അത് നിസ്സാരമായ വിഷയമല്ല. ഈ യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ എനിക്കും അവസരം കിട്ടിയപ്പോ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അഭിമാനത്തോടെ ഞാനൊരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന് പറയാൻ നമുക്ക് കഴിയുന്നതാണ്. ഇല്ല കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ ആദർശ പ്രസ്ഥാനമല്ലോ, കാലം തേടുന്ന ഇസ്ലാഹി എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങി. ഇളകി വശാവാൻ ആര്? നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ. എനിക്ക് ഞാനൊരു വിശുദ്ധ വിഭാഗം കൂടുതലായിട്ട് ജീവിക്കുന്ന ഒരു ഏരിയയിലാണ് എന്റെ വീടും പരിസര പ്രദേശവും. ഞാൻ സ്ഥിരമായി ജമാഅത്തിന് പോകുന്ന പള്ളിയും അവരുടെ പള്ളിയാണ്. ഞാൻ പലപ്പോഴും ഇതിനെ ആലോചിച്ച് നോക്കാറുണ്ട്. ഇങ്ങോട്ട് വലത്ത് നിലത്തോ എഴുതിയിരിക്കുന്ന എല്ലാം പ്രമാണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ സമൂഹത്തെ അക്ഷരവായനക്ക് പ്രോത്സാഹിപ്പിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 മാസക്കാലം യാതൊരു വകതിരിവില്ലാതനായി ജീവിച്ചു എന്ന് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു വിഭാഗം കേരളക്കരയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രമാണത്തിന്റെ പിൻബലത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ പ്രമാണവും ഹദീസ് സുന്നത്ത് സ്ഥിരപ്പെട്ട സുന്നത്ത് രണ്ടാമത്തെ പ്രമാണവുമാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചില കാര്യമല്ല, കഴിഞ്ഞ നേർപ്പത്തിന്റെ സ്റ്റോറി ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. മൻസൂർ അലി ചമ്മാടിന്റെ ഒരു മറുപടി ഷബാബിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ വായിക്കണം. അതിൽ എഴുതി കൂട്ടിയിരിക്കുന്ന ചില ഭാഗങ്ങൾ വായിച്ചപ്പോൾ അത്ഭുതം തോന്നി പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയെ പറ്റി മുജാഹിദ് പ്രസ്ഥാനം നമ്മളെ പഠിപ്പിച്ചത് അത് രണ്ടാമത്തെ പ്രമാണം എന്നായിരുന്നു. രണ്ടാമത്തെ പ്രമാണം പഠിപ്പിച്ചത് ഒരിക്കലുമല്ല. പക്ഷെ അവർ നമ്മോട് പറഞ്ഞു, പ്രവാചകനാണ് പറഞ്ഞതെങ്കിൽ പ്രവാചകൻ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ഖുർആനെ പോലെ തന്നെ നിങ്ങൾ ഹദീസിനെയും കാണണം. അപകടം നടന്നൊരു ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഹദ്ദക്ക് പോയ ഒരാൾ സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈത്തപ്പനന്റെ പരാഗണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ പ്രവാചകനോട് നിർദ്ദേശം കൊടുത്തതിനു ശേഷം ആ വർഷം ഈത്തപ്പനയുടെ കായ്ഫലം പറ്റ കുറഞ്ഞുപോയി. അനുചരന്മാർ പ്രവാചകനോട് വന്ന് പരാതി പറഞ്ഞു, റസൂലേ, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് അങ്ങനെ ചെയ്തപ്പോ ഈത്തപ്പനന്റെ ഫലം കുറഞ്ഞുപോയി. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ നോക്കണ്ട, അൻതും ദുനിയാവിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ അറിയാം. പ്രവാചകൻ പറഞ്ഞത് മുഴുവനും ഖുർആനെ പോലെയാണെങ്കിൽ അന്ന് ഫലവൃക്ഷത്തിൽ ഫലം ഉണ്ടാവേണ്ടിയിരുന്നു. പക്ഷെ ഫലം കുറഞ്ഞുപോയി. എന്തേ കാരണം? പ്രവാചകൻ അങ്ങനെ ഹദീസ് അല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നി. ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ക്രോഡീകരിച്ചിരിക്കുന്ന ഹദീസുകൾ 7000 ഹദീസുകൾ മാത്രമാണ്. ഖുർആനെ സംരക്ഷിക്കുന്ന പറഞ്ഞ രൂപത്തിൽ ഹദീസിനെ സംരക്ഷിക്കുന്ന പ്രവാചകൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു, ലാ യഅ്തിഹി ബാത്തിൽ മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, മുന്നിൽ കൂടെ ബാത്തിൽ കയറാത്ത ഒരു മഹാഗ്രന്ഥമാകുന്നു ഖുർആൻ. ഇന്നാ ലഹു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ, ഇതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനിൽ ദഈഫില്ല, ദുർബലതയില്ല. ഖുർആനിൽ മൗദൂ ഇല്ല. മൗദൂ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ട ഹദീസ് ഖുർആനാവുന്നില്ല, ഹദീസിലൊക്കെ ഉണ്ട്. ഞാൻ അത് പറയാൻ വേണ്ടി പറഞ്ഞല്ല, പക്ഷെ എല്ലാം പ്രമാണമാണെന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ മർക്കസുദ്ദാവ വിഭാഗം മാത്രമേ ഉള്ളൂ എന്ന് പറയാനാ. നമ്മുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളോട് നമ്മൾ ചോദിച്ചപ്പോ അവർക്ക് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞാൽ ആദർശരംഗത്ത് കർമ്മരംഗത്ത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒട്ടനവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് യുവാക്കളായിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം പൊതുവെ കുറഞ്ഞു വരികയാണ്. അത് മെമ്പർഷിപ്പിൽ കാണുന്നുണ്ട്. MSM-ലോ ISM-ലോ കാണുന്നുണ്ട്. പൊതുവെ കഴിഞ്ഞ വർഷത്തെ മെമ്പർഷിപ്പിന്റെ എണ്ണം ടോട്ടലി നമുക്ക് വന്നിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ യുവാക്കൾ ഒരു പിന്നോട്ടടിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞമായി ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹു ബുനിയാനുൻ മർസൂസ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇങ്ങനെ ഓരം ചേർന്ന് പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, സംഘടന പോണോ അല്ലാണ്ട് നന്നായ പോലെ സംഘടന ആവശ്യമുണ്ടോന്നില്ലേ? ഞാൻ എപ്പോഴും പറയുന്നത്, കെയർ ഹോമിൽ പോകുമ്പോ സംഘടന ആണെന്ന് മനസ്സിലാവും, MDT പോകുമ്പോ സംഘടന ആണെന്ന് മനസ്സിലാവും. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ്. ഒരുപാട് കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ വ്യൂസ്, അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വലിയ വേദിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജമാഅത്താണ്. വലാ ജമാഅ ഇല്ലാ ബിൽ ഇമാറ, നേതൃത്വം ഇല്ലാത്ത ഒരു സംഘമല്ല.
ആ നേതൃത്വം നിങ്ങൾ അനുസരിക്കണം. ഇതിനർത്ഥം സ്വാഭാവികമായിട്ടും സംഘം വേണം, സംഘത്തിന് നേതാവ് വേണം, നേതാവിനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ആ അവസരങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് ഇതുമായി ചേർത്ത് വെച്ച് മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് സൂചിപ്പിക്കുവാണ്. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി, ഇതൊരു അമാനത്താണ്, ഒരു വലിയ അമാനത്താണ്. അത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ അമാനത്താണ്. പല ആളുകൾക്കും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അതിനൊരു ഗൗരവം തോന്നാറില്ല. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്ന് നമ്മൾ അതിന്റെ ചില മിനിറ്റ്സുകളും രേഖകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊക്കെ നമ്മുടെ പ്രാതിനിധ്യം വളരെ കുറവായിരിക്കും. ഞാൻ എപ്പോഴും എന്റെ സംഘടനാ യോഗത്തിൽ പറയുന്ന ഒരു അനുഭവം ആവർത്തന വ്യവസ്ഥകൾ തോന്നരുത്. ഞാൻ എറണാകുളം ജില്ലയിൽ എന്ത് പ്രോഗ്രാമിൽ പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഒരു ആത്മസുഹൃത്ത് കഴിഞ്ഞ ദിവസം ആ പ്രോഗ്രാമിൽ പോയപ്പോ ഞാൻ അദ്ദേഹത്തെ അനുസ്മരിച്ചു. എറണാകുളത്ത് പ്രോഗ്രാമിൽ പോയപ്പോ മാഹിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൂട്ടാൻ വരും, ഓട്ടോറിക്ഷയുടെ വരിക. ഓട്ടോറിക്ഷയിൽ കൂട്ടാൻ വരുമ്പോ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നിയ അദ്ദേഹത്തിന്റെ ഓട്ടോയുടെ പിൻഭാഗത്ത് ഒരു 100 ലഘുലേഖ, ഒരു 10 ശബാബ്, ഒരു 15 പുടവ ഇതൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയാണ് അദ്ദേഹത്തിന്റെ ധാരാളം. പ്രാഥമിക വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോ ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ അഥവാ ബാക്കി പൈസ കൊടുക്കാനെങ്കിൽ ഞാനൊരു ശബാബ് തരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ശബാബ് തരട്ടെ. അദ്ദേഹം മരണപ്പെടുന്ന ശേഷം ഞാൻ അജിസമിന്റെ സെക്രട്ടറിയാണ്. എറണാകുളം ജില്ലയിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ പ്രവർത്തകനെ വിളിച്ചു. മായി ശബാബ് കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കിട്ടണം. ഓഫീസിൽ പോയി നോക്കുമ്പോൾ ലിസ്റ്റ് ഇല്ല. അദ്ദേഹം 10-30 ശബാബ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ പൈസ അടച്ച് ഒരു ഏജൻസിയായി ഏറ്റെടുത്ത് അദ്ദേഹം ആർക്കൊക്കെ കൊടുക്കുന്നത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. പൈസ കിട്ടിയാലും വാങ്ങും, ഇല്ലെങ്കിൽ വാങ്ങില്ല. ഒരു വലിയ അത്ഭുതമാണ്, ഒരു പ്രതിഭാസമാണ്. ഞാനത് പറഞ്ഞു തന്നാലും ഞാൻ ഒരു യോഗത്തിന്റെ ഹാജർ പരിശോധിക്കാൻ വേണ്ടി പോയി. സൗത്ത് സോണിന്റെ യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിക്കാൻ സംഘടനാ സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ സൗത്ത് സോൺ കമ്മിറ്റി വളരെ ആക്റ്റീവാണ്, ISF സമിതി വളരെ ആക്റ്റീവാണ്. അങ്ങനെ അവിടെ ചില സന്ദർഭത്തിൽ ഹാജർ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഗസ്റ്റഡ് ഓഫീസർമാരായിരിക്കുന്ന ആൾക്കാരടക്കം ആ യോഗത്തിലുണ്ട്. കോളേജ് പ്രൊഫസർമാരുണ്ട്, മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ആൾക്കാരുണ്ട്. അവരുടെ യോഗ ഹാജരുകൾ മൊത്തം പരിശോധനയാണ്. സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയതാ. എന്റെ ഹാജർ പരിശോധിച്ചിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഹാജർ പരിശോധിച്ചിട്ട് താഴെ കണ്ടായിരുന്നു ഒരു കോമൺ ആയിരിക്കുന്ന ഒരു നമ്മൾ പറയാൻ ഓഡിറ്റിംഗിന് വിധേയമാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത സമയത്ത് ഹാജരുകൾ പരിശോധിച്ച് മാഹിയും സൗത്ത് സോൺ എന്ന് പറഞ്ഞ യോഗം നടക്കുക കായംകുളത്താണ്. എറണാകുളത്ത് കായംകുളത്ത് പോകണമെങ്കിൽ, ഈ യോഗത്തിൽ പോകണമെങ്കിൽ ഓട്ടോറിക്ഷ കട്ടപ്പുറത്ത് പോവുക. 8 സൗത്ത് സോൺ യോഗങ്ങളാണ് നടന്നത്. 7 എണ്ണത്തിൽ മായി പങ്കെടുത്തിരുന്നു. 7 എണ്ണത്തിൽ മായിനെ ചോദിച്ചു, മായിനെ എങ്ങനെയാണ് വരണത്? അള്ളാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഇതൊരു വലിയ അമാനത്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ചില തമാശയല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ജീവൻ പണയം വെച്ചെങ്കിലും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ സജീവമായിട്ട് പ്രവർത്തിക്കാനുണ്ടാകും. അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം ആവശ്യമാണ്. അവസാനം വിശ്വാസി മരിക്കുന്ന എത്തിത്തരത്തിൽ വേർപോടുകയായിരിക്കുമെന്ന പ്രവാചകന്റെ അധ്യാപനം പോലെ നിരവധി അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടായിരിക്കും നല്ല മനുഷ്യന്മാരെ ദുനിയാവിന് യാത്ര പോവുക എന്ന് പറഞ്ഞ രൂപത്തിൽ അവസാന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് മായി ദുനിയാവിന് യാത്ര പോയത്. ഖുർആനിൽ സൂറത്ത് യാസീനിലെ ആയത്തിലെ പ്രിയപ്പെട്ടവരെ സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ടുന്ന ഗുണത ഇന്ന അന്നക മിന്നുഹിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിങ്ങൾ മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളോടൊപ്പം കൈ പുസ്തകം തരുമ്പേ പ്രവർത്തിച്ചതിന്റെ അനന്തര ഫലം കാണാം, കണ്ണ് നിറയെ കാണാം. ഒരു ബസ് സ്റ്റോപ്പിന്റെ ഒരു സ്ഥലത്ത് ISM ബസ് സ്റ്റോപ്പ്, അവിടെ വന്നിരുന്ന ഒരാൾ പോകുമ്പോ ആ പ്രവർത്തകൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ കബറത്തിലേക്ക് വെളിച്ചം കിട്ടുക. കോഴിക്കോട് കെയർ ഹോമിലെ പ്രവർത്തകനായിരുന്ന സക്കീർ സാഹിബിനെ പെട്ടെന്ന് വീണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ സക്കീർ സാഹിബ് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഇന്നല്ലെങ്കിൽ നാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കെയർ ഹോമിൽ ഒരു പ്രവർത്തനത്തിൽ ഒരു പ്രയാസം ഉണ്ടാവരുത്. എന്റെ കോവിലെ പള്ളിക്ക് ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സ്വന്തം മക്കളെ പറ്റി, ഭാര്യയെ പറ്റി, തന്റെ ബിസിനസിനെ പറ്റി സംസാരിക്കാതെ ഈ സംഘടനയെ പറ്റി, ഈ പ്രസ്ഥാനത്തെ പറ്റി, സ്ഥാപനത്തെ പറ്റി സംസാരിക്കാതെ പ്രചോദനമേകിയത് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനത്തിലുള്ള ആത്മാർത്ഥതയും തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അമാനത്വമാണ്. മയ്യസ്കരിക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നു, മയ്യസ്കരിക്കാനായില്ല, സമയം വൈകിപ്പോയി. കാസർഗോഡ് നിന്ന് മറ്റൊരു പ്രവർത്തകൻ വന്നിട്ട് കഥച്ചു വരിക എന്റെ കൂടെ. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അവിടെ ഇങ്ങനെ വരാനുള്ള ഒരു കാരണം? എന്റെ ജീവിതത്തിൽ ഇത്രമാത്രം മാതൃക നൽകിയ ഒരു പ്രവർത്തകൻ, പ്രത്യേകിച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ വന്ന സന്ദർഭത്തിൽ എന്റെ സേവന പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി ഇടപെട്ട് എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ ഒരു മനുഷ്യനാണ്, മഹാമനുഷ്യൻ, ഒരുപാട് പ്രചോദനം നൽകിയ ഒരു മനുഷ്യനാണ്. അടയാളപ്പെടുത്തി പോയി. ഞാനിപ്പോ എന്റെ പ്രസന്റിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കട്ടെ. 100 കണക്കിന് സക്കീർമാരാണെങ്കിൽ പക്ഷെ അടയാളപ്പെടുത്തി പോയപ്പോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
കുറുകേതന്റെ പ്രവർത്തകന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഈ കുറുക പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി പിരിഞ്ഞു പോകാൻ കഴിയണം. അതിനെന്താ വേണ്ടത്? ആയുസ് നേരത്തെ പറഞ്ഞില്ലേ, അത് എന്നും തീർന്നു പോകും. ഒരു രാത്രി കടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഒന്നുമില്ലാത്ത രൂപത്തിൽ മനുഷ്യന്മാർ പോകാൻ, ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഓരോ ആൾക്കാരും തിരിഞ്ഞു പോകാൻ. ഞാൻ ഇവിടെ വരുമ്പോൾ ഗുൽസാറിനെ പറ്റി ഞാൻ ആലോചിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ജയിലിന്റെ മുന്നിൽ പോയപ്പോൾ സംസാരിച്ചു. ഗുൽസാർ എന്ന് പറഞ്ഞ ഒരു മഹാമനുഷ്യൻ സംഘടനാ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഒരു ഇൽമുള്ള, മുന്നോട്ട് വെക്കാൻ പറ്റുന്ന, ഒരു വാദപ്രവാദത്തിന് മുന്നോട്ട് നിർത്താൻ പറ്റുന്ന ഒരു പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാൻ മരിച്ച പഠനത്തിന്റെ കുറെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയത്. അദ്ദേഹം മരണപ്പെട്ടു. എന്താ ഉണ്ടായത്? ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടുന്ന് പോയത് അടയാളപ്പെടുത്തില്ല. ഞാൻ ആ സത്യത്തിൽ കുറച്ചെങ്കിലും കരഞ്ഞു പോയത് ആ പ്രിയപ്പെട്ട മാതാവിന്റെ അവസാന സന്ദർഭത്തിൽ അദ്ദേഹം താരാട്ടുമായി ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്റെ ജീവിതത്തിൽ, അങ്ങനെ ഒരു കാഴ്ച എന്റെ ജീവിതത്തിൽ എന്നെ കണ്ടിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അതൊരു ഫീൽ ചെയ്യുന്ന ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു വീഡിയോ ആയിരുന്നു. ഫീൽ ചെയ്യുന്ന ആളെ ഞാൻ ചില സന്ദർഭത്തിൽ ചില പരിപാടികൾക്ക് പ്രതിയെ പറഞ്ഞേക്കുമ്പോൾ ഒരു മടി കൂടാതെ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസം 3ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം തുറന്ന് ഇങ്ങനെ വെച്ചു. ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എക്സ്പേർട്ടിന്റെ പേരുണ്ടാവും, എക്സ്പേർട്ടിന്റെ പേര്, പുസ്തക നിർമ്മാണം ഉണ്ടാക്കിയ ആൾക്കാരുടെ പേര്. പെട്ടെന്ന് ഗുൽസാർ കേട്ടി എന്നതിൽ കാണുന്നു. ഗുൽസാർ കേട്ടി ഞാൻ മക്കൾക്ക് 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠപുസ്തകം എഴുതാൻ അത് ചില സേവനങ്ങൾ ചെയ്ത് അടയാളപ്പെടുത്തി പോകാൻ ഗുൽസാറിന് കഴിഞ്ഞത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പ്രസ്ഥാനവും ഈ സംഘടനയുമാണ്. ഈ പ്രസ്ഥാന സംഘടനയാണ്. 100 കണക്കിന് യോഗ അദ്ദേഹത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന്റെ കബറിടം വിശാലമാക്കട്ടെ. എങ്ങനെയാണ് ഗുൽസാർ വേണ്ടി പ്രാർത്ഥിക്കുക? ഗുൽസാർ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പേര് കൊണ്ടല്ല, തറവാട് കൊണ്ടല്ല, ഈ ദുനിയാവിൽ ജീവിച്ചപ്പോൾ അടയാളപ്പെടുത്തി പോകാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് പോകുമ്പോ 3 ലക്ഷം തുണിയാക്കി കുടുംബക്കാരെ ഇവിടെ തിരിച്ചു കൊടുക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞു, യത്ബുൽ മയ്യിത്ത് സലാസ, 3 കാര്യങ്ങൾ മയ്യിത്തിന്റെ കൂടെ പോകും. അഹ്ലുഹു, കുടുംബക്കാരുണ്ടാവും, മാലുഹു, സമ്പത്ത് കൂടെ പോകും, വഅമലുഹു, പ്രവർത്തനവും കൂടെ പോകും. വയർജു ബിസ്ലാലി, 2 കാര്യം തിരിച്ചു പോരും. ആരാ തിരിച്ചു പോരുക? സമ്പത്ത് തിരിച്ചു പോരും, കുടുംബക്കാർ തിരിച്ചു പോരും. അസ്സലാമു അലൈക്കും. എപ്പോഴെങ്കിലും അവിടെ പോയാലായി, എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചാലായി. ആ തണുപ്പ് കിട്ടാൻ, കബറിൽ സമാധാനം കിട്ടാൻ, ശാന്തി കിട്ടാൻ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു ലോകത്തേക്കാൾ യാത്ര പോകേണ്ടത്. ആ പോകാനുള്ള യാത്രയെ സംഘടന നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു മർക്കസുദ്ധവ പ്രത്യേകിച്ച് എങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് സാമ്പത്തികമായ ചെലവുണ്ടാവാറുണ്ട്. യോഗങ്ങൾക്ക് പോകുമ്പോൾ പൈസ ഒന്നും കിട്ടാറില്ല, നമുക്ക് ചെലവ് വരും. പക്ഷേ ആ ചെലവ് വരുമ്പോൾ പോലും നമുക്ക് സംതൃപ്തി നൽകുന്ന വെച്ചാൽ മരണപ്പെടുമ്പോ കുറച്ചാൾക്കുള്ള പ്രാർത്ഥനയുണ്ട്. എന്റെ വാപ്പ് മരിച്ചപ്പോ ഞാനിങ്ങനെ അവസാനം തിരിഞ്ഞു നോക്കുമ്പോ CPM വേണ്ടി ബാക്കിൽ വാപ്പ സംഘടനാ സജീവല്ല, പള്ളിയും ഇടത്തിലൊക്കെ. പക്ഷെ ഞാനെന്ന് പറഞ്ഞൊരു മകൻ സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോ ഒരു പക്വതയുള്ള നിഷ്കളങ്കനായ ഒരു പണ്ഡിതൻ എന്റെ വാപ്പാന്റെ വീട് സ്കരിക്കാൻ വന്നു. ഞാനതൊരു സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ അത് പ്രാർത്ഥന കിട്ടും. ഞാൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന് ഉറപ്പാണ്. എന്റെ ജനാസംസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും, ഒരു സംശയക്കാര്യത്തില്ല. നിങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് രോഗമാണെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എന്തേ പ്രാർത്ഥിക്കാൻ കാരണം? അത് കാരണം ഇവിടെയുള്ള നിങ്ങൾ ഇവിടെ വിശ്വാസമുള്ള കർമ്മരംഗത്ത് സജീവമായിരിക്കുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥന കിട്ടുക. അല്ല അബൂബക്കറിന്റെ മകന്റെ കുട്ടി, എന്റെ നാട്ടുകാരനും എന്റെ സഹപ്രവർത്തക അബൂബക്കറിന്റെ മകനെതിൽ ഒരു മജ്ജമാറ്റത്തിന്റെ ശസ്ത്രക്രിയ ഉണ്ടായി. അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞു, ഫൈസൽ സാഹിബെ, സംഘടനക്കാരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്തിരൊന്നും ഞാൻ സംഘടനയ്ക്ക് ചെയ്തിട്ടില്ല, എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാൻ എന്താണ് കരഞ്ഞുകൊണ്ടാ പറയുന്നത്? എന്തുമാത്രം പ്രാർത്ഥനയാണ് എന്റെ മോനെ കിട്ടിയത്. എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ല, പണം ഞാൻ എന്റെ വീട് വിട്ടിട്ടാകും. പക്ഷെ പ്രാർത്ഥന ആര് തരും? ആരാ തരിക? ഖത്തീബ് ഗ്രൂപ്പ് ഉണ്ട്, നിരന്തര പ്രാർത്ഥനയാണ്. 100 കണക്കിന് ആൾക്കാരുള്ള പള്ളിയിൽ വെച്ച് ആ കുട്ടിയുടെ മജ്ജമാറ്റ ശസ്ത്രക്രിയ ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടവര് ആ പ്രാർത്ഥന കിട്ടിയ ശേഷം എന്നെ വിളിക്കുകയാണ്. ശസ്ത്രക്രിയ സക്സസ്ഫുൾ ആണ്, ഒരു പ്രയാസവും വരില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്റെ സഹപ്രവർത്തകരുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കിട്ടാൻ കാരണം അദ്ദേഹം പറഞ്ഞത് കുറച്ചെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്. കുറച്ച് പ്രവർത്തിച്ചു, എനിക്ക് അന്ന് തൗഫീഖ് നൽകി. ഞാനൊരു സാമ്പത്തിക ഇടമാണ്, എനിക്കറിയില്ല പൈസ എടുക്കാം. എന്റെ അക്കൗണ്ട് ആരാ വാങ്ങിയത് എനിക്കറിയില്ല. എന്റെ അക്കൗണ്ട് നടന്നു കിടക്കുകയാണ്. ആരാണ് അയക്കുന്നത് എനിക്കറിയില്ല. സ്ക്രീൻഷോട്ട് ഇടുന്നില്ല, പേരെടുക്കുന്നില്ല. എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പോകും അങ്ങനെയാണ്. പ്രാർത്ഥന കിട്ടും ഇഷ്ടം പോലെ. ആ പ്രാർത്ഥന കിട്ടാനുള്ള കാരണം ഈ ദീർഘ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു ക്വാളിറ്റിയും നമുക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ഞാൻ നിങ്ങളെ ഒരു ഭാരമായി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു പിരികേണ്ട സംസാരമല്ല, നിഷ്കളങ്കമായ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്ന ചില സംസാരങ്ങളാണ്. നിങ്ങൾ നിർത്തേച്ചു പോയാലും അള്ളാഹ് പറഞ്ഞാലോ, നിങ്ങൾ നിർത്തേച്ചു പോയി വേറൊരു ടീം ഇവിടെ വരുന്നുണ്ട്.
കുറുകയിൽ എല്ലാവരും ക്ഷയിച്ചു പോയി. ഭാരമായി തെരഞ്ഞെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോയി. ഖുർആൻ പറഞ്ഞത് വേറെ ടീമിനെ കൊണ്ടുവരും. അവരെ പ്രത്യേകതയോ ഒരാക്ഷേപകന്റെയും ആക്ഷേപം വകവെക്കാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ കൊണ്ടുവരും. എന്നോട് ചോദിച്ചിരിക്കും, മർക്കസുദ്ദാവ പുനഃസംഘടിപ്പിക്കുന്ന സമൂഹത്തിൽ 1 ലക്ഷം ഉറുപ്പിക എടുക്കാൻ പറ്റുന്ന ആളുകൾ കൂടുതൽ ആരുണ്ട് എന്ന് ചോദിച്ച് കളിയാക്കിയിരുന്നു. 1 ലക്ഷം ഉറുപ്പിക എടുക്കാൻ ആളുകൾ. ഞാനും വിചാരിച്ചു പോയില്ലേ, ഈ സംഘടന പുനഃസംഘടിപ്പിക്കുമ്പോ നമുക്ക് ധൈര്യം തരുന്ന നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, ഫൈസൽ ഈ വണ്ടി മുന്നോട്ട് പോകുന്നത് എനിക്ക് എന്താ ധൈര്യമാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു ആദർശവും നിഷ്കളങ്കരായിരിക്കുന്ന പ്രവർത്തകന്മാരുണ്ടെങ്കിൽ ഈ വണ്ടി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വണ്ടി മുന്നോട്ട് പോകും. ഞങ്ങളോട് ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ എത്ര പെട്ടെന്ന് സംഘടന പുനഃസംഘടിപ്പിച്ചത്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൈവല്ല, ഈ ആദർശമാണ്, നിലപാടാണ്, പ്രവർത്തനമാണ്, ഇത് മുന്നോട്ട് പോകും. നിങ്ങൾ ഇട്ടേച്ചു പോയാൽ, ഫൈസൽ നമ്മളോട് ഇട്ടേച്ചു പോയാൽ അങ്ങനെ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള നേതാക്കന്മാർ എവിടെ? എല്ലാം അപ്പുറം പോയില്ലേ? പത്രക്കാരൻ ചോദിച്ചു. ശരിയാണ്, നേതാക്കന്മാരല്ല വലുത്, സ്ഥാപനമല്ല വലുത്, സമ്പത്തല്ല വലുത്, നിലപാടാണ് വലുത്, ആദർശമാണ് വലുത്. നിങ്ങൾ തെക്കുവയുള്ളവരായിട്ട് മാറാൻ നല്ല സഹായിക്കും. എത്ര അനുഭവങ്ങളാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാവുന്ന ചില നമ്മൾ പ്രവർത്തിക്കാം. പ്രവർത്തകന്മാരുടെ ചില ക്വാളിറ്റി വേണം. 5 മിനിറ്റ് അവസാനിപ്പിക്കാം. ചില ക്വാളിറ്റീസ് വേണം. പ്രവർത്തകന്മാരാണ് നോക്കിയാൽ ചില ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റീസ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് അള്ളയായിട്ട് നല്ലൊരു ബന്ധമാണ്, പടച്ചവനായിട്ട് നല്ലൊരു ബന്ധം. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അള്ള എന്ന ബന്ധത്തിന്റെ ഏറ്റവും വലിയ എന്താ? നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്യുമ്പോൾ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും തുറന്നു പറയണം. സുന്നത്ത് നിസ്കരിക്കുന്ന സുജൂദിൽ കരഞ്ഞി പറഞ്ഞ റബ്ബിനോട്, അല്ലാഹു ഗഫുർ ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവലഹു വആഖിറഹു വഅലാനിയതഹു സിറഹു. പടച്ചവന്റെ ജീവിതത്തിൽ വികാരത്തിന് വിചാരത്തിന് അടിമപ്പെട്ട് കുറെ തെറ്റ് ചെയ്ത മനുഷ്യരാണ്. സംഘടന നേതാവൊക്കെയാണ്, പ്രവർത്തകരാണ്, പക്ഷെ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. പടച്ചവനെ പുറത്തിറങ്ങി പറയുന്ന സുജൂദ് കിടന്നിട്ട് റസൂൽ കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ സുജൂദിന ഫർദ് നിസ്കാരത്തിന്റെ സുജൂദിലാണ് റസൂൽ പ്രാർത്ഥന നടത്തുന്നത്. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകനാണ്. അള്ളാഹുവിന്റെ ബന്ധമാണ്. തൂബ ലിമൻ വജദ ഫീ സഹീഫത്തി ഇസ്തിഗ്ഫാർ കസീറ. ആ പരലോകത്തിൽ മംഗളം ഉദാർക്ക് പേജ് നിറയെ ഇസ്തിഗ്ഫാറുമായിട്ട് വന്നാൽ പാപമോചനം നടത്തി പോണം. സുബൈക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവാക്കണം. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവാക്കണം. ഞാൻ ISMന്റെ തെരഞ്ഞെടുപ്പ് ഐഡിയിൽ പോയി ചോദിച്ചു. ഐഡിയിൽ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ സുന്നത്ത് സുബൈ നിസ്കാരം സുബൈക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എത്ര ആളുണ്ട്? ഐഡിയിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ ആയിരുന്നു. വളരെ കുറഞ്ഞ ആൾ കൈമുക്കിയുള്ളൂ. അതിൽ ഒരാൾ പറഞ്ഞ ചോദ്യം തെറ്റിപ്പോയില്ല. എന്താ ചോദ്യം തെറ്റിപ്പോയി? സുന്നത്തല്ല ഫർദായി ചോദിക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ ആഴ്ച ഫർദ് കുറെ കട്ടായി പോയിരുന്നു. ISMന്റെ ഞാൻ ആരും പറഞ്ഞുള്ളൂ, ഞാൻ അത്ര സജീവല്ല. ഒരു ISMന്റെ പ്രവർത്തകനെ സംബന്ധിച്ച് ബാപ്പ പറഞ്ഞതറിയോ? ഒരു ബാപ്പ പറഞ്ഞ് അയാൾ ഐക്യത്തിലേക്ക് പോയാളാ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ മോനാണ് 24 അവർ സംഘടനാ പ്രവർത്തകർ, ഷബാബ് തൊക്കി വെച്ചാൽ നടക്കുക. പക്ഷെ ഒരു പരാതിയില്ല, ഈ പള്ളി നടക്കുന്ന ഒരു ജമാഅത്തിനോട് വരുന്നില്ല. ഈ പള്ളി നടക്കുന്ന ഒരു ജമാഅത്തിന് ഒരു മരിച്ച വീട്ടിൽ അവരെ കാണാറില്ല. ഇത് ഏത് പള്ളി സംഘടനയാണ്? അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു ISMന്റെ പ്രവർത്തകരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി പള്ളിയുമായിട്ട് ആത്മബന്ധം ഉണ്ടാവും. പള്ളിയുമായുള്ള ആത്മബന്ധം. സുന്നത്ത് നിസ്കാരം എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷാൽ കുറ്റമില്ലാത്തതും എന്നുള്ള വർത്താനം ഒഴിവാക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ മാക്സിമം പ്രധാനപ്പെട്ട സംഗതിയാണ്. ഖുർആനിന്റെ ആയത്തുകൾ പഠന വിധേയമാക്കണം. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ വായിക്കുമ്പോഴും അത്ഭുതം തോന്നും. ഇന്നൊരാൾ ചോദിച്ചത്, ഞാൻ ഖുർആനിൽ ഒരു കുത്തുബ പറഞ്ഞപ്പോ ഇത് ഖുർആനിലുള്ള ആയത്ത് തന്നെയാണോ? കാരണം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഖുർആൻ സംസാരിക്കുന്നത് ഓരോ വിഷയത്തെ പറ്റി ഇത്ര നിലപാട്. ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത്, ഇപ്പോഴത്തെ കാലത്ത് ഖുർആനെ പറ്റി എനിക്ക് ഒരു വാക്ക് പറയാറുണ്ട്, അത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി, തുറന്ന സർവകലാശാല. അത്രയും വിഭവസമൃദ്ധ. നിങ്ങൾ ഞാൻ ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയോ? ആഴത്തിലേക്ക് ഇറങ്ങിയോ? നമ്മൾ ഖുർആനിൽ വന്നിരിക്കുന്ന പരാമർശം ആഴത്തിലേക്ക് ഇറങ്ങിയോ? പുത്തുമലയിൽ ഉണ്ടായിരിക്കുന്ന മുണ്ടക്കയിൽ ഉണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ ടച്ച് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന നിരവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. നിരവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരുപാട് ആയത്തുകളുണ്ട് ഖുർആനിൽ. മാധവ് ഗാഡ്ഗിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അത് ഖുർആനിൽ 2 ആയത്ത് അതിനകത്ത് കയറ്റി കൊടുക്കാനായിട്ടു കഴിഞ്ഞു. ഒരുപാട് ആയത്തുകൾ ചേർക്കാനായിട്ട് കഴിയും. ഖുർആനിൽ പറഞ്ഞ ആശയങ്ങൾ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിക്കണം. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെയോ നമ്മൾ ഈഗോ ക്ലാഷ് ഒഴിവാക്കാം. അതുകൂടെ എല്ലാം തന്നെ മനസ്സിലാക്കും. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഒരാളുമായിട്ട് ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോകണം. നിഷ്കപട മനസ്സോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാം. അള്ളാഹുവിന്റെ സഹായത്താവും. എപ്പോഴും ഞാൻ ആലോചിക്കലുണ്ട്, സംഘടനാ പ്രവർത്തനം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഒരു അനുഭൂതി എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയില്ല എന്താ, ഞാൻ ലൈവായിട്ട് പറയാണ്.
ഒരു വിഷയത്തിലും ഒരു കോട്ടവുമില്ല, ഒരു വിഷയത്തിലും ഒരു കുറവില്ല. എല്ലാം അന്ന് ഓരോ വഴിക്ക് ഇങ്ങനെ തരിക, ഓരോ വഴിക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ കുറെ കൂടി നല്ല ഒരു ബോധത്തോടും നീയത്തോടും നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അവസാനം മരണപ്പെട്ടു പോകുമ്പോൾ നെറ്റിത്തളത്തിൽ വേറെപ്പോഴുകൂടി വളരെ സംതൃപ്തമായിട്ട് ദുനിയാവിൽ പോകണം. വലിയ കാര്യമാണ്. ഞാൻ നജീബ് ബരാബറിന്റെ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിന്റെ വീട് വൈഫ് ഒരു പുതിയ വീടുണ്ടാക്കി, വൈഫ് മീൻസ് ജോലി കിട്ടിയ വീടുണ്ടാക്കിയില്ല. ആ വീടുണ്ടാക്കിയ സമയത്ത് പിന്നെ ഉമ്മയുമായിട്ട് നേരത്തെ ആത്മബന്ധമാണ്, കുടുംബമായിട്ട് നേരത്തെ ആത്മബന്ധമാണ്. കാരണം അവൻ പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഈ വീട് വീട്ടിൽ എന്തായാലും വേണമെന്ന് പറഞ്ഞ വൈഫ് വിളിച്ചപ്പോ ഞാൻ ആ ടേമിലുള്ള എംഎസ്എംമാരെല്ലാവരും പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കൂടെ പോയിട്ടുള്ള മുഴുവൻ പ്രവർത്തകന്മാർ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ആ ഉമ്മ പ്രായ ഉമ്മയാണ്. ആ ഉമ്മ എന്നെ കൈ പിടിച്ചിങ്ങനെ ചേർത്തിട്ട് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ആ സോഫയിൽ ഇരിക്കുന്നത് പിടിച്ചു കൊണ്ടുപോയിട്ട് നജീബിന്റെ ഫോട്ടോയുടെ നേരെ ചൂണ്ടിട്ട് പറഞ്ഞു, ഈ മോന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു കോട്ടോ സംഭവിക്കുമായിരുന്നില്ല. ഞാൻ കരഞ്ഞിട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നജീബിന്റെ മയ്യത്ത് മറമാടിയപ്പോ അവിടെ ഉച്ചി വീട് ഒരുപാട് കണ്ണീർ തുള്ളികളുണ്ട്. അവിടുത്തെ മുസ്ലിം സുഹൃത്ത് പറഞ്ഞ ഞാൻ എന്റെ സംസാരത്തിൽ പറയാറുണ്ട്, ഇവിടെ നിരവധി ആൾക്കാരുടെ ബോഡി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രമാത്രം ആളുകൾ തിങ്ങിക്കൂടിയ ഒരു ബോഡി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരു അമുസ്ലിം സുഹൃത്ത് ഈ ബോഡിയുമായിട്ട് കനാൽ പക്കലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പറയാം. എന്താ നജീബിന്റെ ക്വാളിറ്റി? അതേ ഇവിടുത്തെ യാത്ര പോയത് നെറ്റിത്തളത്തിൽ വേർപോടുകൂടിയാണ്. അൽ മുഅ്മിൻ യമൂതു ബിഅറഖിൽ ജബീൻ, വിശ്വാസി മരിക്കുന്ന നെറ്റിത്തളത്തിൽ വേർപോടുകൂടിയാണ്. പ്രവർത്തകൻ നിൽക്കുന്നുണ്ട്. രാവിലെ വണ്ടി എന്റെ വീട്ടിൽ വന്നപ്പോ 2 മിനിറ്റ് വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, പൈസ സാഹിബ് നോർത്തിലെ കാര്യം കട്ടപ്പോയാ വണ്ടിന്റെ ബാക്കിൽ ഇരുന്നതാണ്. വണ്ടിന്റെ ബാക്കിൽ ഇരുന്നാൽ കോഴിക്കോട് നോർത്തിലെ എല്ലാ യൂണിറ്റുകളും വണ്ടിന്റെ പിന്നിൽ ഇത് കൊണ്ടുപോയിട്ട് ശാഖയില്ലാത്ത സ്ഥലങ്ങളിൽ ശാഖ ഉണ്ടാക്കി ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു മഹാനേതാവാതെ. എപ്പോഴാ? ആഴ്ചയിൽ ഒരു ദിവസം നാട്ടിൽ വരിക. കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ മാഷ ആഴ്ചയിൽ ഒരിക്കലും വന്നിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ടൈം തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കി വെക്കുക. എന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന എപ്പോഴും കിട്ടുക. ഇന്നലെ അദ്ദേഹത്തിന്റെ വൈഫ് വിളിച്ചിരുന്നു, മകനൊരു കല്യാണമായി ബന്ധപ്പെട്ട കാര്യം. ഞങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ കുട്ടിയെ കണ്ടെത്താനൊക്കെ ഞങ്ങൾ തന്നെയാണ് വിളിക്കുന്നത്. എന്തേ കാരണം? ഒന്നുമില്ല. ആദർശ ബന്ധം എന്ന് പറഞ്ഞാൽ ചിലരല്ല. ആ ഒരു ബന്ധം നിലനിർത്തി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ചു മരിച്ചു പിരിയാൻ നമ്മൾ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വീണ്ടും വരാം. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ നിഷ്കപടമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവരുടെയും കബറിടം അല്ലാഹു വിശാലമാക്കി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് ഉച്ചരിച്ച് വളരെ സംതൃപ്തിയോടുകൂടി മരണപ്പെട്ടു പോകാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله.